ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാന ധനകാര്യ സ്ഥാപനം ഏത്? ഉത്തരം നബാർഡ്. നബാർഡാണ് ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാന ധനകാര്യ സ്ഥാപനം. നബാർഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. നബാർഡ് സ്ഥാപിതമായതെന്ന് ഉത്തരം 1982 ജൂലൈ 12 ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. ആസ്ഥാനം മുംബൈയിൽ. നബാർഡ് സ്ഥാപിതമായത് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നബാർഡ് സ്ഥാപിതമായത്. എന്താണ് എക്സിം ബാങ്കുകൾ? ഉത്പന്നങ്ങൾ കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും വായ്പ നൽകുന്ന സവിശേഷ ബാങ്കുകളാണ് എക്സിം ബാങ്കുകൾ. ഉത്പന്നങ്ങൾ കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും വായ്പ നൽകുന്ന സവിശേഷ ബാങ്കുകളാണ് എക്സിം ബാങ്കുകൾ. ഇതിൻ്റെ പൂർണ്ണരൂപം എക്സിം ബാങ്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ, പട്ടികകൾ, ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം അനുച്ഛേദങ്ങൾ 395, പട്ടികകൾ 8, ഭാഗങ്ങൾ 22. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൽ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ചന്ദ്രയാൻ 1 ദൗത്യം ചന്ദ്രോപരിതലം തൊട്ടതെന്ന് ഉത്തരം 2008 നവംബർ 14. ഇത് തൊട്ട പ്രദേശം ജവഹർ പോയിന്റ് എന്നറിയപ്പെടുന്നു. 2008 നവംബർ 14 ചന്ദ്രയാൻ 1 ദൗത്യം ചന്ദ്രോപരിതലം തൊട്ടത്. ഈ തൊട്ട പ്രദേശം ജവഹർ പോയിന്റ് എന്നറിയപ്പെടുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതെന്ന് ഉത്തരം 2023 ഓഗസ്റ്റ് 23. ഇത് ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ സ്മരണയ്ക്കായി ആഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ദിനമായി ആചരിക്കുന്നു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ദിനമായി ആചരിക്കുന്നു. ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മാൻസിനസ് സി, സിംപലിയസ് എൻ. മാൻസിനസ് സി, സിംപലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ് ശിവശക്തി പോയിന്റ്. എന്താണ് പ്രതിശീർഷ വരുമാനം? ഉത്തരം ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യയോട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യയോട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് പ്രതിശീർഷ വരുമാനം. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ എന്ത്? ഉത്തരം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്? ഉത്തരം അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടകരൂപം ഏത്? ഉത്തരം കൂടിയാട്ടം. കൂടിയാട്ടമാണ് ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടകരൂപം.